ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, വചനം കേൾക്കാനായിട്ട് നാം ഒരുങ്ങുമ്പോൾ നമ്മുടെ ഹൃദയവും മനസ്സുമൊക്കെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. ദൈവമേ, ഇന്ന് വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഹൃദയം കൊണ്ട് കാണാൻ, അത് കണ്ണുകൾ കൊണ്ട് കണ്ട് സ്വന്തമാക്കാൻ ഉൾക്കണ്ണിനെയും ഭാഗ്യമായ നേത്രത്തെയും തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മുമ്പിലുള്ള ചില യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. വചനം നമ്മുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെടട്ടെ, നൂറുമേനി ഫലം പുറപ്പെടുവിക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, മക്കവാരുടെ പുസ്തകം, രണ്ടാമത്തെ പുസ്തകം, 5-ാം അധ്യായം 19-20 തിരുവചനമാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന ഭാഗം. മക്കവാരുടെ രണ്ടാമത്തെ പുസ്തകം 5-ാം അധ്യായം 19-20 തിരുവചനം. ഇവിടെ പ്രതിപാദനം ഒരു ദേവാലയവുമായി ബന്ധപ്പെട്ടാണ്. ഇന്നൊക്കെ നമ്മുടെ ദേവാലയങ്ങൾ, അനേക ദേവാലയങ്ങൾ മനോഹരമായി പണിതുയർത്തിയിട്ടുണ്ട്. പണിതുയർത്തപ്പെട്ട ദേവാലയങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് കമൻറ്റുകളുമുണ്ട്, ഒരുപാട് വിമർശനങ്ങളുമുണ്ട്. കുറേ പേര് അതിനെ നന്നായിട്ട് പറയുന്നവരുണ്ട്, കുറേ പേര് ഇത്രയൊക്കെ വേണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്തിനാണ് ഇത്ര വലിയ പള്ളി? ദൈവത്തിന് പാർക്കാൻ ഇത്ര വലിയ പള്ളി വേണോ? കാലിത്തൊഴുത്തിൽ പിറന്നവന് എന്തിനാണ് ഇത്രയും വലിയ കൊട്ടാരം പണിയുന്നത്, ഇത്രയും വലിയ ആർഭാടമായിട്ടൊക്കെ പള്ളി പണിയുന്നതെന്ന് പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ ചോദിക്കുന്നവരിൽ പെട്ടവരാകാൻ ചിലപ്പോൾ. ഇല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. പല പള്ളികളുടെയും പരിസരത്തൂടെ പോകുമ്പോൾ വേദന തോന്നും ചിലപ്പോൾ. എന്താണെന്നറിയാമോ? പള്ളി വൃത്തിഹീനമായി കിടക്കുന്ന പള്ളികൾ ഒന്ന് പെയിൻറ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് കുറേ നാളുകളായി. ചില പള്ളികളുടെയൊക്കെ പരിസരം കാട് പിടിച്ച് കിടക്കുന്ന പള്ളി പരിസരങ്ങൾ. പള്ളിയാണോ സെമിത്തേരിയാണോ തിരിച്ചറിയാൻ കഴിയാത്തതുപോലെ. അപ്പോൾ ഇങ്ങനെയൊരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ദേവാലയം? ദേവാലയത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ എന്താണ് പ്രിയപ്പെട്ടവരെ? വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊന്ന് വ്യാഖ്യാനിക്കാൻ, ഒന്ന് വിചിന്തനം ചെയ്യാൻ, ഒന്ന് ഹൃദയത്തിൽ ആഴപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. മക്കവാരുടെ പുസ്തകത്തിൽ ഈ ദേവാലയത്തെക്കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയാണ് ദേവാലയം പണിയപ്പെട്ടത്, രൂപപ്പെട്ടതെന്ന് വചനം പറയുന്നു. 19-ാമത്തെ വചനം പറയുന്നു, കർത്താവ് വിശുദ്ധ സ്ഥലത്തിനു വേണ്ടി ജനത്തെ തിരഞ്ഞെടുക്കുകയല്ല, ജനത്തിനു വേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ദേവാലയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഇടവക പള്ളി നമ്മുടെ മനസ്സിൽ നന്നായിട്ട് ഒന്ന് പതിപ്പിച്ച് വെക്കുക. മനസ്സിൽ പള്ളി ഉണ്ടാകട്ടെ, നമ്മുടെ ഇടവക ദേവാലയം നമ്മുടെ മനസ്സിലൊന്നുണ്ടാകട്ടെ. എന്നിട്ട് വചനം പറയുന്നത് ശ്രദ്ധിക്കാൻ, കർത്താവ് വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി, വിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് ദേവാലയം, നമ്മുടെ ഇടവക പള്ളി, ഈ പള്ളിക്ക് വേണ്ടി ജനത്തെ തിരഞ്ഞെടുക്കുകയല്ല. പള്ളി പണിതിട്ടിട്ട് ഇങ്ങനെ അവിടെ ഒരു പള്ളി പണിതിട്ടിട്ടുണ്ട്, നിങ്ങൾ കുറേ പേര് അവിടെ പോയി താമസിക്കുന്നു പറഞ്ഞ് അവിടെ പൂർവികരാരും അങ്ങനെ വന്നവരല്ല. നമുക്കറിയാമല്ലോ, വചനം പറയുന്നത് സ്ഥലം തിരഞ്ഞെടുക്കുകയാണ്, ജനത്തിനു വേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ മലബാർ മേഖലയിലൊക്കെ, ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നമുക്കറിയാം, ഒരു പള്ളി പണിയുമ്പോൾ അതിനു മുമ്പ് അവിടെ കുറേ ജനങ്ങളുണ്ടാകും, കുറേ വിശ്വാസ ജനമുണ്ടാകും. അങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ അവർക്കൊരു ചിന്തയുണ്ട്, ഇനി നമുക്കൊരു പള്ളി വേണം, നമ്മൾ ഇത്രയും വീട്ടുകാരുണ്ട്, നമുക്ക് ഒരുമിച്ച് കൂടണം, ആരാധന വേണം, നമ്മുടെ കുഞ്ഞുങ്ങളെ വേദപാഠം പഠിപ്പിക്കണം, വിശ്വാസം പരിശീലിപ്പിക്കണം, അപ്പം നമുക്കൊരു പള്ളി വേണം. അങ്ങനെ ദൈവജനം വന്നതിന് ശേഷം അവർക്ക് വേണ്ടിയാണ് സ്ഥലം തിരഞ്ഞെടുത്ത് പള്ളി. അപ്പോൾ ആരെങ്കിലും പറയും, ഇവിടെ കുറേ സ്ഥലം കിട്ടാനുണ്ട്. ചിലർ പറയും, എൻ്റെ സ്ഥലം ഞാൻ തരാം, മനോഹരമാണത്, അവിടെ പള്ളി വേണ്ടതാ, നല്ലതാണ്. ചിലർക്ക് ഒരു പള്ളി പണിയാനുള്ള സ്ഥലം കൊടുക്കാൻ തോന്നലുണ്ടാകും, കർത്താവ് തോന്നിപ്പിക്കും, അവരത് സ്പോൺസർ ചെയ്യും. ചിലർ അതിൻ്റെ തൂണ് തരാം, കാല് തരാം, അത് തരാം, ഇത് തരാം, അങ്ങനെ കുറേ ഇവരൊക്കെ ആയിട്ട് അങ്ങനെ ഓരോരുത്തരുടെ ഉള്ളിൽ എന്ത് പ്രചോദനം കിട്ടുന്നുവോ അത് കൊടുത്ത് അങ്ങനെയാണ് നമ്മുടെയൊക്കെ ദേവാലയം പണിതിരിക്കുന്നത്. അപ്പോൾ ഓർക്കണമേ, ഒരിക്കൽ കൂടി ഈ വചനം മനസ്സിലേക്ക് കൊണ്ടുവരാം. കർത്താവ് വിശുദ്ധ സ്ഥലത്തിനു വേണ്ടി, അതായത് ദേവാലയത്തിനു വേണ്ടി ജനത്തെ തിരഞ്ഞെടുക്കുകയല്ല, ജനത്തിനു വേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇടവക പള്ളി എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമാണ്. അത് മനസ്സിൽ സൂക്ഷിച്ചിട്ട് 20-ാമത്തെ വചനം നമുക്ക് ധ്യാനിക്കാം. അതിനാൽ സ്ഥലം ജനത്തിനു വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നതിനാൽ
ജനത്തിൻ്റെ കഷ്ടതകളിലും ഐശ്വര്യത്തിലും ആ സ്ഥലം പങ്കുചേരുന്നു. ജനത്തിൻ്റെ കഷ്ടതയിലും ഐശ്വര്യത്തിലും ആ സ്ഥലം പങ്കുചേരുന്നു. അപ്പോൾ വചനം പറഞ്ഞു വെക്കുന്നത്, ജനത്തിനു വേണ്ടി വിശുദ്ധ സ്ഥലം തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട് ഈ ജനത്തിൻ്റെ കഷ്ടതയിലും അവരുടെ ഐശ്വര്യത്തിലും ഈ സ്ഥലം പങ്കുചേരുന്നു. അത് സ്ഥലത്തിൻ്റെ കടമയാണ്, കർത്തവ്യമാണ്. ആകയാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ജനത്തിനു വേണ്ടി വിശുദ്ധ സ്ഥലം ദൈവം തിരഞ്ഞെടുത്തതുകൊണ്ട് ജനത്തിൻ്റെ കഷ്ടപ്പാടിലും ഐശ്വര്യത്തിലും ആ സ്ഥലം പങ്കുചേരാൻ കടപ്പെട്ടിരിക്കുന്നു. അതാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി നമ്മുടെ ഇടവക പള്ളിയും നമ്മുടെ സംവിധാനങ്ങളിലേക്കും ഒന്ന് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശ്രദ്ധയെ ഒന്ന് തിരിച്ചാൽ, ഇന്ന് പലരും പള്ളിയിൽ പോകാത്തതിൻ്റെ കാരണം, അതിൻ്റെ പുറകിൽ എന്തായിരിക്കും കാരണം? ഒരു കാരണം ഞാൻ കണ്ടെത്തിയത് ഇങ്ങനെയാണ്: അച്ഛൻ ശരിയല്ല, കന്യാസ്ത്രീകൾ ശരിയല്ല, ഇടവകയുടെ സംവിധാനങ്ങൾ ശരിയല്ല, അവർ ശരിയല്ല, അങ്ങനെ കുറേ ശരിയല്ലാത്തതിൻ്റെ ഒരു കാരണമുണ്ട്. പിന്നെ മറ്റൊന്നാണ്, അച്ഛന്മാർ ഇങ്ങനെ മുതലാളിമാരുടെ വീടുകളിൽ കൂടെ പോകുന്നു, പാവപ്പെട്ടവരെ തഴയുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് പള്ളിയിൽ പോകാൻ താല്പര്യമില്ല. അല്ലെങ്കിൽ അച്ഛൻ പള്ളിക്ക് വേണ്ടി എപ്പോൾ ചോദിച്ചെന്നാലും അച്ഛൻ ഇങ്ങനെ പിരിവ് ചോദിച്ചുകൊണ്ടിരിക്കുന്നു, പള്ളിക്ക് അത് ഇത് ഇങ്ങനെ കുറേ പിരിവുകളുടെ. അപ്പോൾ ഇങ്ങനെ കുറേ കാരണങ്ങൾ കൊണ്ട് ഞാൻ പള്ളിയിലേക്ക് പോകുന്നില്ല. പിന്നെ കുറേ കാരണങ്ങളുണ്ട്, പക്ഷെ നമ്മൾ പ്രകടമായിട്ട് നമ്മൾ പൊതുവെ പെട്ടെന്ന് പറയാൻ ഇഷ്ടപ്പെടുന്ന ചില കാരണങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, അച്ഛൻ വീടുകളിൽ വരുന്നില്ല, ചില വീട്ടിൽ പോകുന്നു, ചില വീട്ടിൽ വരുന്നില്ല. ഇതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം. സത്യത്തിൽ എല്ലാ വീടുകളിൽ കൂടി അച്ഛൻ ചെന്നോളാമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ അച്ഛൻ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അച്ഛന് പറ്റുന്ന പോലെ അച്ഛൻ പോകുന്നു. പക്ഷേ അതല്ല ഇവിടെ പ്രധാനപ്പെട്ടത്. അച്ഛൻ വരുമോ വരില്ലേ അതൊരു പ്രശ്നമേ അല്ല. വചനം പറയുന്നത് ഇടവക ദേവാലയം, വിശുദ്ധ സ്ഥലമെന്ന് പറയുന്നത് വിശുദ്ധ വ്യക്തിയല്ല, അത് സ്ഥലമാണ്, അത് ദേവാലയമാണ്. ഈ ഇടവക ദേവാലയം, എൻ്റെയും നിൻ്റെയുമൊക്കെ ഇടവക പള്ളിയുടെ ധർമ്മമാണ്, പള്ളിയുടെ കടമയാണ് ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടിലും അവരുടെ ഐശ്വര്യത്തിലും പങ്കുചേരുക എന്നുള്ളത്. അപ്പോൾ ആ ഇടവകയിലെ ഒരു ഭവനം തളർന്നിട്ടുണ്ടെങ്കിൽ, അവിടെ ഒരു രോഗിയുണ്ടെങ്കിൽ, അവിടെ വേദനിക്കുന്നവനുണ്ടെങ്കിൽ, അവിടെ ഒരു ദാരിദ്ര്യമുണ്ടെങ്കിൽ, ഈ ഇടവക പള്ളിയാണ് ഇവൻ്റെ വേദനയിൽ പങ്കുചേരേണ്ടത്. അത് അത്ഭുതമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ടാവില്ലേ? പള്ളി രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മുടെ വീട്ടിലേക്ക് വരുമോ? അത് തന്നെയാണ് എൻ്റെ ചോദ്യം. പള്ളി വരുമോ? അങ്ങനെ ഇന്ന് ഈ ഇടവകയിലെ തോമാച്ചൻ്റെ വീട്ടിൽ ഇച്ചിരി പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ തോമാച്ചൻ്റെ ഭാര്യ രോഗിയായിട്ട് കിടക്കുകയാണെന്ന് പോയി കാണട്ടെന്ന് എടുത്ത് പള്ളി വരുമോ? പള്ളിക്ക് വരാൻ പറ്റില്ലല്ലോ. നമ്മളൊരു നിശ്ചിത സ്ഥലത്ത് ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ ഉറപ്പിച്ചു വെച്ചിട്ടില്ലേ? അപ്പം പിന്നെ എന്ത് ചെയ്യണം? ആ തോമാച്ചൻ്റെ ഭാര്യയ്ക്ക് രോഗിയാണെങ്കിൽ തോമാച്ചൻ ഭാര്യയുമായിട്ട് പോകണം, അല്ലെങ്കിൽ തോമാച്ചൻ ഭാര്യയ്ക്ക് വേണ്ടി തോമാച്ചൻ പള്ളിയിൽ ചെല്ലണം. ഒന്നുകിൽ പള്ളി ഇങ്ങോട്ട് വരണം, ഇല്ലെങ്കിൽ ഞാൻ പള്ളിയിലേക്ക് പോകണം. എവിടെയാണെങ്കിലും ഒരു സംഗമം നടന്നാൽ മതി. ഞാൻ എൻ്റെ ഇടവക ദേവാലയത്തിലേക്ക് ഞാൻ ചെന്നിട്ട് പറയണം, എൻ്റെ സുഖത്തിലും എൻ്റെ ദുഃഖത്തിലും പങ്കുചേരാൻ കടപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ് ഇടവക പള്ളി. ആ സ്ഥലത്ത് ഞാൻ ചെന്നെത്താറുണ്ടോ പ്രിയപ്പെട്ടവരെ? എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ പള്ളിക്കെതിരെ സംസാരിക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് എൻ്റെ വേദനകളുമായി, എൻ്റെ പ്രശ്നങ്ങളുമായി ഞാൻ ഓടിയെത്തേണ്ട സ്ഥലമാണ് പള്ളി എന്ന് പറയുന്നത്, ഇടവക ദേവാലയം എന്ന് പറയുന്നത്. ആ ദേവാലയത്തിലിരുന്ന് ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്താൻ വേണ്ടി ദൈവം നമുക്ക് വേണ്ടി മാറ്റി നിർത്തിയ സ്ഥലമാണ് ആ വിശുദ്ധ സ്ഥലം. അവിടെ എന്താണ് സംഭവിക്കുക? പുറപ്പാട് പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായത്തിൻ്റെ 24-ാമത്തെ തിരുവചനം, പുറപ്പാട് 20:24 വചനം ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു: എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം, അത് ദേവാലയമാണ്. അത് ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട ആലയം, ദൈവത്തിൻ്റെ നാമം സ്മരിക്കാൻ ഇടവരുത്തിയ സ്ഥലം. അവിടെ ദൈവം ഇറങ്ങി വന്ന് നമ്മെ അനുഗ്രഹിക്കും. അങ്ങനെ ഇറങ്ങി വന്ന് അനുഗ്രഹിക്കാനായിട്ട് ഈശോ ഇറങ്ങി വരുമ്പോൾ ആ അനുഗ്രഹിക്കുന്ന കരത്തിൻ്റെ കീഴിൽ നിൽക്കാൻ ഞാനും നീയും ഇടവക ദേവാലയത്തിലുണ്ടോ എന്നാണ് ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനും നിങ്ങളും ധ്യാനിക്കേണ്ടത്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ വന്നോ കന്യാസ്ത്രീകൾ വന്നോ അത് പ്രശ്നമേ ആക്കണ്ട, അത് മൈൻഡ് ചെയ്യണ്ട, അതങ്ങ് വിട്ടേക്ക്. എന്നിട്ട് എൻ്റെ കഷ്ടതയിലും എൻ്റെ വേദനയിലും പങ്കുചേരാൻ ദൈവം എനിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത വിശുദ്ധ സ്ഥലത്ത് എന്നെയും കാത്തിരിക്കുന്ന എൻ്റെ ദൈവസന്നിധിയിൽ ഞാൻ ചേരുന്നുണ്ടോ, ഞാൻ അവിടെ ചെന്നെത്തുന്നുണ്ടോ, അതൊന്ന് ധ്യാനിച്ചാൽ നമ്മുടെ ജീവിതങ്ങൾ ധന്യമാകും. ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ സ്ഥലത്തെക്കുറിച്ച് മക്കബായരുടെ 1-ാമത്തെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 36-37 വചനം ഇങ്ങനെ പറയുന്നു: അങ്ങയുടെ നാമത്തിൽ അറിയപ്പെടാൻ ഈ ആലയത്തെ അങ്ങ് തിരഞ്ഞെടുത്തു, അങ്ങയുടെ ജനത്തിന് പ്രാർത്ഥിക്കാനും യാചിക്കാനുമുള്ള ആലയമായിട്ട് തന്നെ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ നാമം അറിയപ്പെടാൻ ഈശോ തിരഞ്ഞെടുത്ത സ്ഥലം, ആ ആലയം, ദേവാലയം, ആ ദേവാലയത്തെക്കുറിച്ച് പറയുകയാണ്, അത് അങ്ങയുടെ ജനത്തിന് പ്രാർത്ഥിക്കാനും യാചിക്കാനുമായിട്ട് തന്നെ. അത് ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവജനത്തിന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്, ദൈവജനത്തിന് യാചിക്കാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് രണ്ടും സംഭവിക്കാൻ ഞാനും നിങ്ങളും ദേവാലയത്തിൽ എത്തിയേ പറ്റൂ. അങ്ങനെ എത്തേണ്ട സ്ഥലമാണ് ദേവാലയമെങ്കിൽ അതിനെ എത്ര മനോഹരമാക്കിയാലാണ് മതി വരിക? എത്ര മനോഹരമാക്കിയാലും മതി വരാത്തത്രയും നാം കടപ്പെട്ടിട്ടുണ്ട് ആ ദേവാലയത്തോട്. ആ ദേവാലയത്തെ പണിതുയർത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവത്തിൻ്റെ നാമം സ്മരിക്കാൻ ഇടവരുത്തുന്ന സ്ഥലത്തെ ഞാൻ നിർമ്മിക്കുമ്പോൾ അതിന് വലിപ്പം കൂടിയോ അതിന് ഭംഗി കൂടിയോ ഒന്നിനെ ഓർത്ത് ആകലപ്പെടേണ്ട. എത്രമാത്രം ഭംഗി ചേർക്കാൻ പറ്റുമോ അത്രമാത്രം അത് ഭംഗിയിൽ നിൽക്കട്ടെ. അപ്പോഴാണ് ദാവീദ് രാജാവ് പറഞ്ഞതുപോലെ, എൻ്റെ ദൈവത്തിനൊരു ആലയം പണിയാൻ ഞാൻ ആരാണുള്ളൂ? സ്വർഗത്തിന് പോലും ഉൾക്കൊള്ളാനാവാത്ത ദൈവത്തെ കുടിയിരുത്താൻ ഒരു ആലയം പണിയാൻ മാത്രം ഞാൻ ആരാണ്? എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിന് ധൂപാർച്ചന നടത്താനുള്ള സ്ഥലമായിട്ടാണ് ഈ ആലയത്തെ ഞാൻ കാണുന്നത്. ദാവീദ് രാജാവിനോട് ദൈവം പറഞ്ഞു, നീയല്ല എനിക്ക് വേണ്ടി ദേവാലയം പണിയുക, അത് നിന്റെ പുത്രനെ കൊണ്ട് ഞാൻ പണിയിപ്പിക്കും. ഒരു വലിയ ദേവാലയം പണിയാൻ ദാവീദ് രാജാവ് ആഗ്രഹിച്ചവനാണ്. തന്നെയുമല്ല, ദാവീദ് രാജാവ് ഇങ്ങനെ പറഞ്ഞിരുന്നു, എൻ്റെ ദൈവത്തിന് ആലയം പണിയാതെ ഇനി ഞാൻ ഉറങ്ങുകയില്ല. ദൈവം നാഥാൻ പ്രവാചകനെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, ദാവീദിനോട് ഇറങ്ങിക്കോളാൻ പറയാം, കാരണം ദാവീദല്ല എനിക്ക് ദേവാലയം പണിയുന്നത്, അദ്ദേഹത്തിൻ്റെ മകനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദേവാലയം പണിയാനുള്ള ആഗ്രഹം ഉള്ളിലൊതുക്കിയിട്ട് ദാവീദ് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ദേവാലയം പണിയാനുള്ള യോഗ്യതയില്ല, അതെത്ര വലുത് പണിതാലും അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നവനല്ല എൻ്റെ ദൈവം. സ്വർഗത്തിന് പോലും ഉൾക്കൊള്ളാനാവാത്ത എൻ്റെ ദൈവത്തിന് ഏത് ആലയം പണിത് ഞാൻ അവിടെ ഇരുത്തും? ദൈവത്തെ സ്നേഹിക്കുന്നവനെ ദൈവത്തിൻ്റെ ആലയത്തെ സ്നേഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നല്ലൊരു വീട്, എന്തിനേറെ ഈ കാലഘട്ടത്തിൽ അനേക യുവാക്കളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, മോനെ നിനക്ക് കല്യാണം കഴിക്കാൻ പ്രായമായിട്ടുണ്ടല്ലോ, എന്തേ നിൻ്റെ കല്യാണം താമസിക്കുന്നു? എന്താണ് നീ കല്യാണം കഴിക്കാത്തത്? ചില കാരണവന്മാരോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് മോൻ്റെ കല്യാണം നടത്താത്തത്? പറയാനുള്ള ഒരു കാരണം ഇതാണ്, ഒരു വീടില്ല, ഒരു നല്ല വീട് പണിയട്ടെ. ഒരു പെണ്ണിനെ കൊണ്ടുവരാൻ ഒരു വീട് പണിയണം. ഒരു പെണ്ണിനെ കൊണ്ടുവരാൻ, താമസിപ്പിക്കാൻ, ഒന്ന് കല്യാണം കഴിക്കാൻ, ഒരു ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കാനൊക്കെ ഒരു നല്ല വീട് പണിയണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യ, നിന്റെ ദൈവത്തിനൊരാലയം പണിയുന്നതിന് കണക്ക് പറയാൻ ഞാനും നീയും ആരാണ്? ദൈവം തന്നതല്ലേ നമുക്കുള്ളൂ. ഈ ദേവാലയത്തിന് വേണ്ടി കണക്ക് പറയുമ്പോൾ ദൈവത്തിന് വിലയിടുകയല്ലേ നമ്മൾ ചെയ്യുക? അപ്പോൾ ഈ ദേവാലയത്തിൻ്റെ വില എന്താണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണ്. ദൈവത്തെ സ്നേഹിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പെട്ടെന്ന് നമ്മൾ പറയുന്ന ഒരു കാരണം ഇതാണ്, ദൈവം എവിടെയാണ് വന്നത്? പുൽക്കൂട്ടിലല്ലേ? പുൽക്കൂട്ടി പിറന്നവന് എന്തിനാണ് ഇത്ര വലിയ ദേവാലയം എന്നാണ് നമ്മുടെ ചോദ്യം. ദൈവത്തിന് വലിയ കെട്ടിടം പണിതിട്ട് വലിയ ബ്രഹ്മാണ്ഡം പള്ളി പണിതാൽ അവിടെ മാത്രമേ ഞാൻ വരുള്ളൂ എന്ന് ദൈവം പറഞ്ഞിട്ടില്ല. ദൈവം എളിയവരിൽ എളിയവനാവാൻ കാലിത്തൊഴുത്തിൽ പിറക്കാൻ മനസ്സ് കാണിച്ചതല്ലേ. എനിക്കും നിനക്കും സാധിക്കാത്ത മനസ്സ് ദൈവത്തിന് സാധിച്ചില്ലേ? ദൈവം ചെയ്തില്ലേ? പക്ഷേ ആ ദൈവത്തെ കുടിയിരുത്താൻ ഞാൻ ആ ദൈവത്തിന് കൊടുക്കുന്ന സമ്മാനമാണ് ആലയം. എത്ര കൊടുത്താലും മതി വരാത്ത, എത്ര വലുത് പണിതാലും കൊതി തീരാത്ത വിധം ആലയം പണിയണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തോടൊരു സ്നേഹം ഉണ്ടാകണം. നമ്മുടെ പള്ളിയും പരിസരവും ഒക്കെ വൃത്തിഹീനമായി കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ദൈവജനത്തിന് ദൈവത്തെക്കുറിച്ച് ദൈവത്തോടുള്ള കരുതലില്ലെന്നാണ്, സ്നേഹമില്ലെന്നാണ് അർത്ഥം. ദേവാലയമാണെന്നുള്ള ചിന്തയില്ലെന്നാണ് അർത്ഥം. ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമായി സൂക്ഷിക്കണമെന്നുള്ള ഒരു ചിന്ത ഹൃദയത്തിൽ സൂക്ഷിക്കാത്തത് കൊണ്ടാണ്. അത് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ഭാവമാണത്. സ്നേഹം കുറയുമ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം കുറവുകൾ സംഭവിക്കുകയാണ്.
ഈ ദേവാലയത്തെക്കുറിച്ച് പറയുമ്പോൾ ദിനവൃത്താന്തങ്ങളുടെ 2-ാമത്തെ പുസ്തകം 7-ാമത്തെ അധ്യായം 11 തുടങ്ങിയുള്ള തിരുവചനത്തിൽ ദാവീദിൻ്റെ മകൻ സോളമൻ രാജാവ് ദേവാലയം പണിതിട്ട് അതിൻ്റെ പ്രതിഷ്ഠാകർമ്മം നടത്തുമ്പോൾ മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്. അത് വായിച്ച് ധ്യാനിക്കേണ്ടതാണ്. നാം കൊതിതീരെ വായിച്ച് ധ്യാനിക്കേണ്ട ഒരു വചനഭാഗമാണ് 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 7-ാമത്തെ അധ്യായം. അതിൽ ദൈവം സോളമന് പ്രത്യക്ഷപ്പെടുന്നു. സോളമൻ്റെ പ്രാർത്ഥനയിൽ 11 തുടങ്ങിയുള്ള വചനങ്ങൾ ഇങ്ങനെയാണ് പറയുക: സോളമൻ ദേവാലയവും രാജകൊട്ടാരവും പണിയിച്ചു. ദേവാലയത്തിലും തൻ്റെ കൊട്ടാരത്തിലും വേണമെന്ന് താൻ ആഗ്രഹിച്ചതെല്ലാം സോളമൻ വിജയകരമായി പൂർത്തിയാക്കി. രാത്രി കർത്താവ് സോളമന് പ്രത്യക്ഷനായി പറഞ്ഞു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. എനിക്ക് ബലിയർപ്പിക്കാനുള്ള ആലയമായി ഈ സ്ഥലം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം എപ്പോഴും വചനത്തിൽ ആലയത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവം പറയുന്നത് ദൈവം തിരഞ്ഞെടുത്തു എന്നാണ്. നമുക്കറിയാം, സോളമൻ മനോഹരം ജെറുസലേം തിരഞ്ഞെടുക്കുമ്പോൾ സോളമൻ്റെ തിരഞ്ഞെടുപ്പാണ്. പക്ഷേ സോളമൻ തിരഞ്ഞെടുക്കുമ്പോഴും ആ ഒരു പ്രേരണ, ആ സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള പ്രേരണ സോളമന് ലഭിച്ചത് ദൈവത്തിൽ നിന്നാണെന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവം പറയുന്നു, ഞാൻ തിരഞ്ഞെടുത്തു എനിക്ക് ബലിയർപ്പിക്കാനുള്ള ആലയമായി. ഞാൻ മഴ തരാതെ ആകാശം അടയ്ക്കുകയോ ദേശത്തെ കൃഷി നശിപ്പിക്കുവാൻ വെട്ടുക്കിളിയെ നിയോഗിക്കുകയോ ചെയ്യുമ്പോൾ, എൻ്റെ ജനത്തിനിടയിൽ മഹാമാരി അയക്കുകയോ ചെയ്യുമ്പോൾ, എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. പഴയ നിയമത്തിൽ സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത വചനം പറയുകയാണ്, എൻ്റെ ജനത്തിന് ഏതെങ്കിലും വിധത്തിൽ അവർ എന്നിൽ നിന്ന് അകന്നു പോകുമ്പോൾ, പാപം ചെയ്ത് എന്നിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഞാൻ ശിക്ഷ കൊടുക്കും, വെട്ടുക്കിളികളെ അയക്കും, അവരുടെ കൃഷിയിടങ്ങൾ നശിപ്പിക്കും, മഴ കൊടുക്കാതിരിക്കും, ഫലസമൃദ്ധി ഉണ്ടാകാതിരിക്കും. അപ്പോൾ എൻ്റെ ജനം എന്ത് ചെയ്യണം? അവർ തങ്ങളുടെ പാപത്തെ ഓർത്ത് അനുദവിക്കണം, എന്നിട്ട് ദേവാലയത്തിലേക്ക് വരണം. അങ്ങനെ വന്ന് എളിമപ്പെട്ട് സ്വയം എളിമപ്പെടുത്തി ദൈവസന്നിധിയിൽ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കണം, ദൈവമേ എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നിട്ട് പാപപൂർത്തിക്കായിട്ട് യാചിക്കണം. അങ്ങനെ യാചിക്കുമ്പോൾ വചനം പറയുകയാണ്, എന്തു ചെയ്യും? ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. ആദ്യം പാപമോചനം. ദൈവജനം ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ നമ്മൾ തിരിച്ചു നടക്കണം. പ്രിയപ്പെട്ടവരെ, തിരിച്ചു നടക്കാതെ ഐശ്വര്യമില്ല. അപ്പോൾ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥ പാപാവസ്ഥയാണോ? തിരിച്ചു നടക്കുക, അനുദപിക്കുക, എന്നിട്ട് ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടുക. അപ്പോൾ ദൈവം നമ്മുടെ ദേശം സമ്പുഷ്ടമാക്കും, കുടുംബം സമ്പുഷ്ടമാക്കും, അനുഗ്രഹമാക്കും. എന്നിട്ട് വചനം പറയുകയാണ്, 15-ാമത്തെ വചനം പറയുന്നു, ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്കു നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. എവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയ്ക്ക് നേരെ? എനിക്ക് വസിക്കാൻ, എനിക്ക് ബലിയർപ്പിക്കാനായി ഒരിടം തിരഞ്ഞെടുത്തിരിക്കുന്ന ദേവാലയത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്കു നേരെ എൻ്റെ കണ്ണും കാതും സദാ ജാഗരൂകമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ദേവാലയത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. അതിന് നേരെ ദൈവത്തിൻ്റെ കണ്ണും കാതും സദാ ജാഗരൂകമാണ്. വചനം പറയുന്നു, എൻ്റെ നാമം ഇവിടെ എന്നേക്കും നിലനിൽക്കേണ്ടതിന് ഞാൻ ഈ ആലയം തെരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചിരിക്കുന്നതിനാൽ എൻ്റെ ഹൃദയപൂർവകമായ കടാക്ഷം സദാ ഇതിന്മേലുണ്ടായിരിക്കും. ദൈവം തെരഞ്ഞെടുത്ത് ഉയർത്തിയത് കൊണ്ട് ആ സ്ഥലത്തിൽ, ആ ആലയത്തിൽ ദൈവത്തിൻ്റെ ഹൃദയപൂർവകമായ കടാക്ഷം സദാ ഉണ്ടായിരിക്കും. ആ പഴയ നിയമത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, ദൈവമേ, സ്വർഗം വിട്ട് താണിറങ്ങി ഭൂമിയിൽ മനുഷ്യനോടൊപ്പമായിരിക്കാൻ മനുഷ്യനായി പിറന്ന് മനുഷ്യൻ്റെ ഉള്ളിൽ വസിക്കാൻ അപ്പമായി തീർന്ന വിശുദ്ധ കുർബാനയായി ഇന്ന് അൾത്താരകളിൽ ഇരിക്കുന്ന ഈശോ, നമ്മുടെയൊക്കെ അടഞ്ഞു കിടക്കുന്ന സക്രാരികളിൽ നമ്മുടെ വരവും കാത്തിരിക്കുന്ന ഈശോ തമ്പുരാൻ, പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എത്രയോ അധികമായിട്ട് കേൾക്കുകയില്ല. നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാതെ പോകുമോ? ഈ ആലയത്തിൽ നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ പങ്കുചേരാൻ ദൈവത്തിൻ്റെ ആലയം കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നമ്മുടെ ദുഃഖങ്ങൾ മാത്രമല്ല, നമ്മുടെ സന്തോഷമായിട്ട് നമ്മൾ പള്ളിയിൽ ചെല്ലണം. ഇന്ന് ഏതൊരു സന്തോഷം വന്നാലും വലിയ പാർട്ടികളാണ്, സന്തോഷത്തിൻ്റെ അവസരങ്ങൾ. കൊച്ചിൻ്റെ മാമോദിസ, കൊച്ചു ജനിച്ചാൽ പാർട്ടി, കൊച്ചിൻ്റെ മാമോദിസയ്ക്ക് പാർട്ടി,
ആദ്യ കുർബാനയ്ക്ക് പാർട്ടി, വിവാഹത്തിന് പാർട്ടി, അങ്ങനെ പാർട്ടികളുടെ ഒരു നീണ്ട നിരയാണ്. അവസാനം മരിക്കുമ്പോഴും ഒരു പാർട്ടി. കാരണം ഇന്ന് വീട്ടിൽ സ്വന്തമായിട്ട് ഇങ്ങനെ പ്രിയപ്പെട്ടവരൊന്നും ഇരുന്ന് സങ്കടപ്പെടാനൊന്നും ആരും ഇല്ലാത്തത് കൊണ്ട് പുറത്തുനിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ ആൾക്കാരെ വിളിച്ചിരുത്തി കരയിക്കേണ്ട ഒരു കാലഘട്ടമാണ് അതിലേക്ക് വരികയാണ്. കരച്ചിലും കഴിഞ്ഞ് ഡെഡ് ബോഡിയൊക്കെ അടക്കം കഴിയുമ്പോൾ പിന്നെ ഒരു പാർട്ടി കൂടേണ്ട കാര്യമുണ്ട്. അങ്ങനെ ഒരു പാർട്ടി, അങ്ങനെ പല പാർട്ടികൾ നടക്കുന്ന കാലഘട്ടമാണ് ഈ സമയം. ഈ പാർട്ടികൾക്ക് പുറകിൽ ദൈവമേ എന്ന് ചിന്തിക്കാൻ ആർക്കെങ്കിലും പറ്റിയിരുന്നെങ്കിൽ, ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ, ഈ ദുഃഖത്തിൽ പങ്കുചേരാൻ പ്രിയപ്പെട്ടവരെ ദേവാലയത്തിൽ ഒരു നിമിഷം നമുക്കൊന്ന് പോകാൻ സാധിച്ചിരുന്നെങ്കിൽ. ഈശോ അത് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ വരവും കാത്ത് ഈശോ കാത്തിരിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ടവരെ കല്യാണം കെട്ടിച്ച പെൺപിള്ളേരെ അടുത്ത ഇടവകളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഞാൻ വേദനയോടെ നോക്കി നിന്നിട്ടുള്ളൊരു കാര്യമാണ്. എത്ര കുഞ്ഞുങ്ങളുണ്ട് നിങ്ങളുടെ ഇടവക പള്ളിയിൽ നിന്ന്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ പെൺകുട്ടിയെ മറ്റ് ഇടവകളിലേക്ക് കല്യാണം കഴിപ്പിച്ച് അയക്കുമ്പോൾ എത്ര കാർന്നോന്മാരുണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ദേവാലയത്തിൽ കൊണ്ടുവന്ന്, വളർന്നു വലുതായ ദേവാലയത്തിൽ കൊണ്ടുവന്നിരുത്തി അതിനെ പ്രാർത്ഥിച്ചൊരുക്കിയിട്ട് അവിടെ നിന്ന് അതിനെ ഭർതൃഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുന്ന എത്ര മാതാപിതാക്കളുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മൾ ഈ കാലത്തിൽ അതൊന്ന് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയും, നിങ്ങളുടെ കുഞ്ഞിനെ കല്യാണം കഴിപ്പിക്കാനായിട്ട് പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ ബ്യൂട്ടി പാർലറിലേക്കല്ല കൊണ്ടുപോകേണ്ടത്. ബ്യൂട്ടി പാർലറിൽ നിന്നല്ല ചെറുക്കൻ്റെ പള്ളിയിലേക്ക് കൊണ്ടുപോകേണ്ടത്. ഇന്ന് പലരും ബ്യൂട്ടി പാർലർ 5-6 മണിക്കൂറുകൾ രാവിലെ എഴുന്നേറ്റ് 5 മണിക്ക് തുടങ്ങി ബ്യൂട്ടി പാർലറിലേക്ക് കൊണ്ടുപോവുകയാണ്, യാത്രയാവുകയാണ്. അങ്ങനെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി നീണ്ട മണിക്കൂറുകൾ ഇതിനെ ഒരു വിധത്തിൽ ഒരു ഷേപ്പാക്കിയിട്ട് കൊണ്ടുപോയി ഒരു ചെറുക്കൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട്, നിങ്ങൾ വീട്ടിലെത്തുന്നതിന് മുമ്പ് പെണ്ണ് വീട്ടിലെത്തുന്നതിൻ്റെ കാരണം എന്താണ്? കൊണ്ടുപോയി ഏൽപ്പിക്കേണ്ടടുത്ത് ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ പെൺകുട്ടിയെ സ്വന്തം ഇടവക പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ട് അതിനെ മാമുദിസ തൊട്ടി ചെന്ന്, ഇവിടെ നിന്നാണ് ഞാൻ വിശ്വാസം ആരംഭിച്ചത്, ദൈവമേ എൻ്റെ വിശ്വാസം ഊട്ടിയുറപ്പിക്കണമേ, ഞാൻ ഇനി വേറൊരു ഇടവക പള്ളിയിലേക്ക് പോവുകയാണ്, എൻ്റെ ഈ വിശ്വാസത്തിൽ ആഴപ്പെടാൻ എന്നെ സഹായിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ. നീണ്ട കാലഘട്ടങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിച്ച, വിശുദ്ധ ബലി അർപ്പിച്ച ഈ അൾത്താരയെ ഒന്ന് ചുംബിച്ചിട്ട്, ദൈവമേ ഇനി ഞാൻ ബലി അർപ്പിക്കുന്നത് വേറൊരു അൾത്താരയിലാണ്, എന്നെ തനിച്ചു വിടല്ലേ, അവിടെ ബലിയായി തീരാൻ എന്നെ സഹായിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. നമ്മളൊക്കെ ജനിച്ചു വളർന്ന ഇടവകയിൽ ഒരു വിശുദ്ധന് അല്ലെങ്കിൽ ഒരു വിശുദ്ധയുടെ നാമത്തിലാണല്ലോ ആ ഇടവക പള്ളി. ആ വിശുദ്ധയെ ഒന്ന് തൊട്ടുമുത്തിയിട്ട്, ഇത്രയും കാലം നിന്റെ സംരക്ഷണത്തിലാണ് ഞാൻ കഴിഞ്ഞത്, ഇനി മുതൽ ഞാൻ വേറൊരു ഇടവകയിൽ വിശുദ്ധയുടെ മധ്യസ്ഥതയിലുള്ള ദേവാലയത്തിലേക്ക് പോവുകയാണ്, എന്നെ തനിച്ചു വിടരുത്, എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞ് ഒന്ന് ചുംബിച്ചിട്ട് നീ കടന്നു പോയാൽ, പ്രിയപ്പെട്ടവരെ, ഈ മാമുദിസ തൊട്ടി തുടങ്ങി, അൾത്താര തുടങ്ങി, ഈ വിശുദ്ധരുടെ ജീവിതം തുടങ്ങി, എൻ്റെയും നിങ്ങളുടെയൊക്കെ കൂടെ വരില്ലേ? ജീവിതം തകർന്നു പോവില്ല. ഏത് പ്രതിസന്ധിയിലും അതിനെ തരണം ചെയ്യാനുള്ള ശക്തി നമുക്ക് ആർജിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാകുമ്പോൾ കുടുംബാംഗങ്ങൾ ഓടി ദേവാലയത്തിലേക്ക് പോകുക. ജീവിതത്തിൽ ഒരു ദുഃഖമുണ്ടാകുമ്പോൾ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ദേവാലയത്തിൽ ചെന്നിരിക്കുക, ദൈവസന്നദ്ധിയിലേക്ക് വെറുതെ നോക്കിയിരുന്നാൽ മതി. വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യാളൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു കൊച്ചു സംഭവം പറഞ്ഞിട്ടില്ലേ? ഒരു കൃഷിക്കാരൻ, പാവപ്പെട്ട മനുഷ്യന്, വിദ്യാഭ്യാസമില്ലാത്ത ഒരു പാവപ്പെട്ട കൃഷിക്കാരൻ എല്ലാ ദിവസവും വൈകുന്നേരം നീണ്ട മണിക്കൂർ സമയം ഈ ദേവാലയത്തിൽ വെറുതെ വന്നിരിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്നിട്ട് അയാൾ ഇറങ്ങിപ്പോകും. എല്ലാ ദിവസവും വരുന്നത് കണ്ടിട്ട് വിയാനി പുണ്യാളൻ ചോദിച്ചു, സഹോദര, അങ്ങ് കുറേ നേരം പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്, എന്താണ് അങ്ങ് പ്രാർത്ഥിക്കുന്നത്? ഉടനെ ഈ പാവപ്പെട്ട മനുഷ്യൻ പറഞ്ഞു, അച്ചോ, പ്രാർത്ഥിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ അവിടെ വന്നിരുന്ന് വെറുതെ ഇങ്ങനെ സക്രാരിയിലേക്ക് നോക്കിയിരിക്കും, അവിടെ ഈശോയുണ്ടല്ലോ, ഞാൻ ഈശോയെ നോക്കിയിരിക്കും, ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എനിക്കറിയാം ഈശോ എന്നെ നോക്കിയിരിക്കുകയാണ്, അങ്ങനെ ഞാൻ ഈശോയെ നോക്കും, ഈശോ എന്നെ നോക്കും, ഞങ്ങളങ്ങനെ കുറേ സമയം നോക്കിയിരിക്കും, എന്നിട്ട് ഞാൻ പോരും. ജോൺ മരിയ വിയാനി പുണ്യാളൻ പറയുകയാണ്, ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ആ പാവപ്പെട്ട കൃഷിക്കാരൻ്റെ പ്രാർത്ഥന. അതാണ് പ്രാർത്ഥന. എന്നെ കാണുന്നവനെ ഞാനും കാണുന്നു. ആ കാഴ്ച, ആ ഒരു കൂടിക്കാഴ്ച നമ്മുടെ ജീവിതം ധന്യമാക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ഇടവക ദേവാലയത്തെ സ്നേഹിക്കാം. നമുക്ക് നമ്മുടെ ഇടവക ദേവാലയത്തിൽ പങ്കാളിയാകാം. ഇടവക ദേവാലയത്തോളം ശ്രേഷ്ഠമായ ഒന്ന് നമ്മുടെ കുടുംബത്തിലില്ല, നമ്മുടെ ഇടവക അതിർത്തിക്കുള്ളിലില്ല, ലോകത്തിലില്ല. നമ്മുടെ ജീവിതം ഇടവക ദേവാലയത്തിൽ കെട്ടപ്പെടട്ടെ. അവിടെ നിന്ന് നമുക്ക് ആരംഭിക്കാം.
അവസാനിക്കുന്നത് അവിടെയാണല്ലോ. അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ എല്ലാ ദിവസവും നമുക്ക് ആരംഭിക്കാനായിട്ട് സാധിക്കട്ടെ. എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനും പ്രാർത്ഥിക്കാനും കിട്ടുമ്പോഴൊക്കെ ആ അൾത്താരയ്ക്ക് മുമ്പിൽ ഒന്ന് പോയി അല്പസമയം ചിലവഴിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങാടിയിലേക്കൊക്കെ വെറുതെ പോകുമ്പോൾ ആ ദേവാലയത്തിൽ പോയി അല്പസമയം അവിടെ ഒന്ന് ചിലവഴിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് വലിയ അനുഗ്രഹമായി മാറും. അങ്ങനെ നാം അനുഗ്രഹിക്കപ്പെടട്ടെ, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, നമ്മുടെ സമൂഹം അനുഗ്രഹിക്കപ്പെടട്ടെ, ലോകം അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.